ഇത് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഫ്ലെയറിംഗ് ടൂളാണ്. ദിസ് മൈ നോർമൽ ഫ്ലെയറിംഗ് ടൂൾ. ഇതിനകത്ത് നമുക്ക് വരുന്നത് ഫ്ലെയർ ചെയ്യാനുള്ള എല്ലാ സൈസും സാധനങ്ങളും, ബ്ലോക്ക്, പിന്നെ നമുക്ക് കോപ്പർ പൈപ്പ് കട്ട് ചെയ്യാനുള്ള ഈ സാധനം. ഇതൊക്കെ അതിൻ്റെ കൂടെ വരത്തില്ല, ഇത് ഞാൻ എക്സ്ട്രാ മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ എക്സ്ട്രാ ആണ് ചെറിയ. പിന്നെ നമുക്ക് ഫ്ലെയർ ചെയ്യണം. നമുക്ക് മെയിനായിട്ട് ഇപ്പം ഈ ഇത്ര ഒരു സിസ്റ്റത്തിൻ്റെ വിഷയമാണ് നമ്മൾ നോക്കുന്നത്. ഫ്ലെയറിങ് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇത് സ്യൂസിങ് ആണ്, സോക്കറ്റൊക്കെ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് സോക്കറ്റ് ഉണ്ടാകത്തില്ലേ, ആ സാധനമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളൊരു പൈപ്പ് എടുത്ത്, ഓക്കെ, പൈപ്പ് എടുത്തിട്ട് ഇത് നമുക്ക് 5/8 പൈപ്പ്, 5/8 കാണാമല്ലോ നമുക്ക്. 5/8 പൈപ്പ് എടുത്ത് ഈ സൈഡിൽ വെച്ചു. ഇത്ര ഈ ഒരു ലെവലിൽ വെക്കാവുള്ളൂ. ഈ ഒരു ഗ്യാപ്പിൽ ചെറിയതായിട്ടൊന്ന് മുകളിലോട്ട് വെച്ചിട്ടോ. എന്നിട്ടിത് ടൈറ്റ് ചെയ്യും. നമ്മളിത് വെച്ചൊക്കെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ അതിനകത്ത് വെച്ചിട്ട് ഈ സോക്കറ്റിലോട്ട് വെച്ചിട്ട് കറക്കണം. ഇങ്ങനെ വരും. ഇത് നമുക്ക് ഒരു വലിയ കുഴപ്പമില്ല, എന്നാലും ഇവിടെയൊക്കെ എഡ്ജൊക്കെ മടങ്ങിപ്പോയി. കണ്ടോ, മടങ്ങി, നിങ്ങൾക്ക് കാണാതിരിക്കും, എഡ്ജ് മടങ്ങിപ്പോയി. കണ്ടോ, ഇത്ര ഒരു ഇതല്ല, ഇത് നമ്മുടെ പഴയ മോഡലാണ്. നോക്കി, ഇനി എൻ്റെ അമ്മച്ചിയെ അഴിക്കാം. ഭയങ്കര മെനക്കേടാണ് അഴിക്കുക പിടിക്കുക. വേണ്ട, ഒരു വൃത്തിയായിട്ട് ഒരു വർക്കത്തില്ലാത്ത രീതിയിലൊരു ചെയ്തായി ചെയ്തത്. ഓക്കെ, ഇത് നമ്മുടെ പാവപ്പെട്ടവരുടെ 100-120 റിയാലിൻ്റെ സാധനം. ഇതിപ്പം ഓക്കെ, അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ചെയ്യാം അടുത്ത ന്യൂ. ഓക്കെ, നമ്മൾ തുറക്കുന്നു. ഇത് നമുക്ക് ഫ്ലെയറിങ് മാത്രമല്ല, പ്രൊഫഷണൽ ഫ്ലെയറിങ് ആണിത് കേട്ടോ. സംഭവം പൊളി സാധനമാണ്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, അടിപൊളിയാണ്. ഇതും അതുപോലെ അതെ, ഇത് കുറച്ചുകൂടെ അതിനെക്കാട്ടി ഇത് ഇങ്ങനെ ഇതും കുറച്ച് ഇതുപോലെ അങ്ങോട്ട് വെച്ചു. ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് വേറെ ടൈറ്റും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ടൈറ്റ് ഉണ്ട്, ഇതിലാണ് ടൈറ്റ് ചെയ്യുന്നത്. മറ്റേൻ്റെ തൊട്ട് ഒരുമാതിരി മറ്റേ ടൈറ്റല്ല ഇത്. ഇവിടെ ഇത് സാധനം റാച്ചറ്റ് ടൈപ്പാണ്. ഇങ്ങനെ തുറക്കും. തുറന്നിട്ടതേ ഈ മാർക്കിംഗ് ഉണ്ടോ, ഈ മാർക്കിംഗ് ഇവിടെ കുറേ വര കണ്ടോ. നമ്മൾ തേങ്ങയായിട്ട് കൊണ്ടുവന്നിട്ട് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കി, കുറച്ചുകൂടെ ഇതാ ഈ വരയും ഇവിടെ മാച്ചാണ് കേട്ടോ. ഈ വര ഇതിനെ മാച്ചായി കഴിയുമ്പോഴത്തേന് ഇത് കറക്റ്റായിരിക്കും. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എൻ്റെ അമ്മ ഇങ്ങനെ ടൈറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ.
ഇതേണ്ട ഇങ്ങനെ ഫുള്ള് തിരിക്കണ്ട, നീ തിരിച്ചാൽ മതി. ഇത് റാച്ചറ്റാണ്, റാച്ചറ്റ് ആണ്. തിരിച്ചു ഷു തിരിച്ചു. ഇത് PM എന്ന് പറഞ്ഞ ബ്രാൻഡിന് കേട്ടോ. ഇനിയിപ്പോൾ ലൂസായി, ഒന്നര തിരിച്ച ലൂസായി കഴിഞ്ഞു. ഇനി ഇതിങ്ങനെ അഴിച്ചു, ഒന്നുകൂടെ അഴിച്ചു. ഇത് കുറച്ചുകൂടെ അഴിക്കണം, അല്ലേ ഇറങ്ങി വരത്തില്ല. തിരിച്ചഴിക്കാം അല്ലേ. ഊരിയെടുത്തു, തുറന്നു നോക്കാം. ഇതിൻ്റെ ആ ഒരു ഫിനിഷിങ് ഉണ്ട്, നിങ്ങൾ എന്തോ ഫിനിഷിങ് ആണ് അതൊക്കെ കണ്ടോ, നല്ല അടിപൊളിയാണ്. ഇത് പ്രൊഫഷണൽ ഫ്ലെയറിങ് ആണ്, സൂപ്പറല്ലേ, സൂപ്പറല്ലേ, പൊളിയല്ലേ. ഇത് നല്ല സാധനമാണ്, അടിപൊളി സാധനം ഇത് കേട്ടോ. ഇത് ഞാൻ കുറച്ച് നാളുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്, സൂപ്പർ സാധനമാണ്. പിന്നെ നമുക്കിത് ഇതിങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പുറയിലൊരു സാധനമുണ്ട്, ഇങ്ങനെ മുന്നോട്ട് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ടൈറ്റ് ചെയ്യാം. ഇത് ഇങ്ങോട്ടായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് തുറക്കാം. ഇതൊരു ഓൺ ഓഫ് സ്വിച്ച് പോലെ ഇങ്ങനെ സെറ്റപ്പാണ്. അപ്പോൾ അത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് മെനക്കേട് പണിയാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ അത് മാറ്റി വെച്ചു. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നതാണ് പുതിയ സാധനം, പുതിയ വാല്യൂവിൻ്റെ സാധനമാണ്. മറ്റേത് രണ്ട് PM എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സാധനമാണ്. ഇത് ഖത്തറിൽ നമ്മുടെ ആർട്ടിക് കൂളിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ACC ഒരു കമ്പനിയുണ്ട്, അവിടെ ഇതിൻ്റെ അവർ ഓതറൈസ്ഡ് ഡീലേഴ്സ് അതിൻ്റെ. അപ്പം ഈ PM-ൻ്റെയും വാല്യൂവിൻ്റെയൊക്കെ ഡീലേഴ്സ് ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനവും അവരുണ്ട് കേട്ടോ. അവിടെ പോയി നോക്കിയാൽ മതി, സാധനം എല്ലാം കിട്ടും. ഇതാണ് അടിപൊളി ഇലക്ട്രോണിക്സ്. എന്താ സംഭവം, പൊളി സാധനം. ഇതൊക്കെ കൊതിയാവുന്നു യൂസ് ചെയ്യാൻ കേട്ടോ. ഇത് അതിൻ്റെ മാനുവല് ഇലങ്കി അതൊരു ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന, അത് അഴിക്കാനും പിടിക്കാനും ഒക്കെ ഉള്ളതാണ്. അത് നമുക്കിപ്പോൾ ആവശ്യമില്ല. ഇതിൻ്റെ ഒരു ചാർജറാണ്, ബാറ്ററി. എല്ലാം ബാറ്ററി അല്ലേ, മൊത്തം ബാറ്ററി അല്ലേ ഓടാൻ പോകുന്നത്. ഇത് സംഭവം കിട്ടി, നോക്കട്ടെ. സംഭവം കൊള്ളാമല്ലോ, ഇത് മാറ്റി വെക്കാം. നമ്മുടെ കഷ്ടപ്പെട്ട് കിട്ടിയ സാധനം ഇത് ഇങ്ങോട്ട് വെക്കട്ടെ. ഷോയാന്നേ. ഇത് കണ്ടോ, കേൾക്കുമ്പോൾ ഒന്നും വന്നില്ലേ. അയ്യോ, ബാറ്ററി ഇട്ടില്ല, സോറി. അതെ, ഈ ബാറ്ററി എടുത്തിട്ട് ഇതിൻ്റെ അടിയിലോട്ട് കയറ്റി സ്റ്റാർട്ട് ചെയ്തു. ചാർജ് ഫുൾ ഇതിൻ്റെ നമ്മൾ ഇൻഡിക്കേഷൻ കൂടെ കിട്ടും. ഫുൾ ചാർജാണ് സാധനം, ഫുൾ ചാർജ്. ഓക്കെ, എന്നിട്ട് ലൈറ്റ് നമ്മൾ രാത്രിയിലൊക്കെയാണ് ഈ ചെറിയ ലൈറ്റും സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്ത് 5/8 സെലക്ട് ചെയ്യുക. 1/2, 3/8, 5/8. 5/8 ഓക്കെ. പൈപ്പ് ഉണ്ട് പറയാം കേട്ടോ, ഞാൻ 2 പൈപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. വലിയ പൈപ്പൊന്നും എടുത്തിട്ട് വരാൻ പറ്റത്തില്ലെന്നേ. അപ്പം നമുക്ക് ഇതൊന്ന് സെറ്റാക്കാം. ഇതെടുക്കുക, 5/8 എടുക്കുക. മറിക്കണ്ടോ, സംഭവം കണ്ടോ. ഇതെടുത്തു. ഇതാണ് അതിൻ്റെ ആ ഒരു സിസ്റ്റം. ഇത് ഇവിടെ ഒരു 2 മാർക്കിംഗ് ഉണ്ട്, ഒരു കട്ടിക്കുണ്ടോ, ഈ 2 അതിലോട്ട് ഇങ്ങോട്ട് വെക്കും. ഇത്ര വെച്ചാൽ മതി, വേറെ ഒന്നുമില്ല കേട്ടോ.
വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട പൈപ്പ് അങ്ങനല്ല കേട്ടോ, സോറി. ആദ്യം ഈ സാധനം ഇങ്ങനെ അകത്തിയിട്ട് ഇവിടെ സ്റ്റോപ്പർ ഉണ്ടോ? മറ്റേനങ്ങനെ സ്റ്റോപ്പറൊന്നും ഇല്ലല്ലോ. ഇത് എത്ര വെക്കണ്ടേ? ഇത്രയും വെക്കുക. ഇതതിൻ്റെ ആ ഒരു ഇതിന് വേണ്ടി നമുക്ക് മറ്റേന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് വെക്കുമല്ലേ. ഇതിന് ഈ സ്റ്റോപ്പറുണ്ട്. ഈ സ്റ്റോപ്പറിന് അപ്പുറത്തോട്ട് വെക്കാൻ പാടില്ല. ഓക്കെ, ഇതാണ് അതിൻ്റെ സ്റ്റോപ്പർ. അപ്പോൾ നമ്മൾ വെച്ചു, ഇന്ന് ടൈറ്റ് ചെയ്തു, എന്താ ഇതിനകത്തോട്ട് കയറ്റി വെച്ചു. കറക്റ്റ് ആ പോയിൻ്റ് വരും. എന്നിട്ട് നമ്മളത് ഏതൊന്ന് ഞെക്കി കൊടുക്കുക. ഇതങ്ങ് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്താൽ പിന്നെ ഇത് അനങ്ങത്തില്ല. പിന്നെ ഇതേണ്ട ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എൻ്റെ പൊന്നേ, അത് പിടിച്ചിരുന്നാൽ മതി, അതങ്ങ് റിവേഴ്സിലങ്ങ് പോകും. ഞാൻ ആദ്യമായിട്ട് ചെയ്യുക, എന്നാലും നോക്കാം സംഭവം എങ്ങനെ ഉണ്ട്. എന്നിട്ട് നമ്മളിത് റിലീസ് ചെയ്യുന്നു. അടിപൊളി. അതാ പൈപ്പിൻ്റെ എന്തോ ഒരു ചെറിയൊരു ഇതുണ്ട്. സംഭവം പൊളിയായിട്ടുണ്ട്. ഇല്ലില്ല, സൂപ്പർ. അതെ, അടിപൊളിയാ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. കയ്യാൻ കൊണ്ട് കയറി എൻ്റെ പൊന്നെ. സംഭവം ആ ഒരു ഷാർപ്നെസ് വന്ന കേട്ടോ. അത് നല്ല ഈ ഓട്ടോമാറ്റിക് നമ്മൾ ഈ കമ്പനി പ്രിൻറ്റിങ് കട്ട് ചെയ്യുമ്പം ഈ ഷീറ്റൊക്കെ കട്ട് ചെയ്യുമ്പോൾ ചെറിയ ഇത് വരുത്തുന്നു ആര് പോലത്തെ ആ സംഭവം. ഇത് മെഷീൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. സംഭവം പൊളിയാണ് ഇത്. സംഭവം ഇത് നമുക്ക് എത്ര വെക്കണം നമ്മൾ അതിൽ കൂടുതൽ വെക്കുക, ടൈറ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക, കയറ്റി ഇങ്ങോട്ട് വെക്കുക, ലോക്ക് ചെയ്യുക. എന്ത് പെട്ടെന്നാണ് പരിപാടി. മറ്റേത് ഒരു പാട്ടൊക്കെ പാടി ഇങ്ങനെ അങ്ങോട്ടൊക്കെ സംസാരിച്ച് കഴിയുമ്പോഴത്തേന് സംഭവം ഫ്ലെയറിങ്. മറ്റേത് കണ്ണ് തെറ്റിയ അത് തന്നെ റിവേഴ്സ് വെക്കോളും കേട്ടോ. ഒന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ മതിയേ, ഒന്നും ചെയ്യണ്ട. ഞാൻ മരിച്ചു മുമ്പ് ഞെക്കി പിടിക്കണോ ഇത്? വേണ്ട, ഇങ്ങനെ പ്രസ് ചെയ്ത് വിട്ടാൽ മതി. സംഭവം എന്നിട്ട് റിലീസ് ചെയ്യാം. ചെറിയ ഒരു മെഷീൻ കട്ടിങ്ങിൻ്റെ വരുമ്പോൾ ഉള്ളൊരു ചെറിയൊരു ഇത് വരുന്നുണ്ട്. പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല. അത് നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട് കേട്ടോ. ആ മെഷീൻ കട്ടിങ് വരുമ്പോൾ ഓട്ടോമാറ്റിക് എന്തായാലും നമ്മൾ ഈ മാനുവൽ ചെയ്യുന്ന കൂട്ടല്ലല്ലോ. ഓട്ടോ കട്ടിങ് വരുമ്പോഴത്തേന് നമുക്കൊരു ഇത് വരും. ഇത് ചിലവർക്ക് ഇത് എന്തോന്നും മനസ്സിലായിട്ട് കാണത്തില്ല. ഇത് ഈ ഔട്ട്ഡോറൊക്കെ ഇല്ലേ, AC-യുടെ ഔട്ട്ഡോർ ഇൻഡോർ. അപ്പോൾ അതിൻ്റെ 2 പൈപ്പ് വരുമ്പം നമ്മൾ ഈ നട്ടി ടൈറ്റ് ചെയ്ത് വെക്കത്തില്ലേ, അപ്പോൾ ആ സംഭവം ഇത് കേട്ടോ. ഇതിലോട്ടാണ് ആദ്യം നട്ട് കയറ്റി ഇട്ടിട്ടാണ്. അറിയാം എല്ലാവർക്കും. ഞാൻ പിന്നെ അറിയാത്തൊരിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തുവാന്ന് മനസ്സിലാവണ്ടേ. അപ്പോൾ അതാണ് സംഭവം. ഇതങ്ങോട്ട് നട്ടങ്ങോട്ട് കയറ്റി ഇട്ടിട്ട് ഇത് ഫ്ലെയർ ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് ടൈറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ചിലവർ വിചാരിച്ച് എങ്ങനെയാണ് ഇതിനകത്ത് ലീക്കാകാതെ നിൽക്കുന്നത്. ഈ സാധനം ചെന്നിട്ട് ഒരു പഞ്ച് പോലും സാധനമുണ്ട്, അതോട്ട് ഇങ്ങനെ കുട പോലുണ്ട്, ഇങ്ങനെ ഇരിക്കും. അത് നട്ടായിട്ടാകുമ്പോൾ ഇതങ്ങ് പഞ്ചാവും, ഇങ്ങനെ ഇതാവും. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. പൊളിയല്ലേ സംഭവം? കിടും കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ ആർട്ടിക് കൂളിംഗ് എന്നൊരു കമ്പനിയുണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു. ACC. ഇത് സൽവാറോഡിലുള്ള നമ്മുടെ സിനോജ് ചേട്ടൻ, ശെൽവൻ ചേട്ടൻ, പിന്നെ നമ്മുടെ ഷിനോജ്, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അവിടെ. ഞാൻ അവിടെ നിന്ന് മേടിച്ചു ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളെപ്പോഴും അഡ്വാൻസ് ആയിരിക്കണം. നമ്മൾ ഈ പഴയ കാലത്തെ ഏതാണ്ട് അത് തിരിച്ച് എൻ്റെ കൈയുടെ ഇവിടുത്തെ വേദന മാറിയില്ല. ഒന്നുമില്ല, ജസ്റ്റ് ടൈറ്റ് ചെയ്യുന്നു, പോകുന്നു, വെക്കുന്നു. സംഭവം ഒരു സ്റ്റാൻഡേർഡ്. ഇത് ജസ്റ്റ് അത് ഓട്ടോമാറ്റിക് ഓഫ് ആയിക്കോളും കേട്ടോ. പിന്നെ നമ്മൾ ബാറ്ററിയൊക്കെ ഊരി വെക്കുക. ഒരു സ്പെയർ ബാറ്ററിയേ ഉള്ളൂ, ഫുൾ ചാർജ് ആക്കി വെക്കണം, അല്ലെങ്കിൽ വഴി കിടക്കും. സോ ഇങ്ങനെ ഓക്കെ, ഇതെല്ലാം ഉണ്ട്. ഇത് എത്രൻ്റെയാണ്? ഇത് എഴുതിയിട്ടുണ്ട് 5 weight.
പിന്നെ ഹാഫ്, 3/8, 1/4, ഇത് എത്ര രൂപ, 3/4 എല്ലാം ഉണ്ട്. അപ്പോൾ വേണ്ടവർ നമ്മുടെ സൽവാർ റോഡിലുള്ള ആർട്ടിക് കൂളിംഗ് കമ്പനിയായിട്ട് ബന്ധപ്പെടുക. ഖത്തറിലാണേ, ഖത്തർ, നാട്ടിലല്ല. വേണ്ടവർ പറഞ്ഞാൽ നാട്ടിൽ എത്തിച്ചേരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. ബൈ.